വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ തമിഴിലും കണ്ടിട്ടുണ്ടാവും എൻ്റെ പിമ്പിൾസ് എങ്ങനെയാണ് മാറിയെന്നാണുള്ളത് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ പിമ്പിൾസ് എങ്ങനെ വന്നു, എപ്പോൾ വന്നു എന്നും കൂടെ അറിയണ്ടേ. അപ്പോൾ ഞാൻ ടീനേജ് ആയിരുന്ന ടൈമിലൊന്നും എനിക്ക് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷമായിട്ടാണ് എനിക്ക് പിമ്പിൾസ് ഭയങ്കരമായിട്ട് വന്നത്. അപ്പോൾ ആ ടൈമിന് എനിക്ക് വരാനുള്ള കാരണം ഞാൻ യൂസ് ചെയ്ത ഏതോ ഒരു പ്രൊഡക്റ്റിൻ്റെ ആണ്. എനിക്ക് രണ്ട് കവിളിലും നെറ്റിയിലും ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പിമ്പിൾസ് ആയിരുന്നു. അത് നല്ല പെയിനുള്ള പിമ്പിൾസ് ആയിരുന്നു കേട്ടോ. അതും നല്ല റെഡ് കളറായിട്ടിരിക്കും, അങ്ങനത്തെ ആയിരുന്നു. അപ്പം ഞാൻ ആ ടൈമിൽ ഞാൻ ഒരു ചെറിയൊരു ഇത് വന്നപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുകയുണ്ടായത്. പൊട്ടിച്ചപ്പോൾ തന്നെ പിന്നെ അതിൻ്റെ ആ പസ് എല്ലായിടത്തും ആയിട്ട് പിന്നെ മൊത്തത്തിലൊന്നും ആവുകയോ ചെയ്തത്. അങ്ങനെ ഓരോ സൈഡിലും. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു പീരിയഡ്സ് വരുന്ന ടൈമിൽ എനിക്ക് ഒരു പിമ്പിൾസൊക്കെ വരുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും അത് മാറുമെന്ന് വിചാരിച്ചു. പിന്നെ ഓരോ സൈഡിലായിട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നല്ല, ഇത് വേറെ എന്തോ സംഭവമാണ്. പിന്നെ ഞാൻ ഇത് ഹൈലൈറ്റർ യൂസ് ചെയ്യാറ്. അതിൻ്റെ മൂടി കുറച്ച് പൊട്ടിയ സമയത്ത് ഞാൻ അത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് തന്നെ യൂസ് ചെയ്യുന്ന വെച്ചിട്ട് ഞാനത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇനി വല്ല പൊടിയോ എന്തെങ്കിലും അതിൽ കയറിയിട്ടുണ്ടോ അങ്ങനെയാണോ എനിക്ക് പിമ്പിൾസ് വന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നല്ലപോലെ പടർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഹോം റെമഡീസ് ഒക്കെ ഇല്ലേ, കുറേ തൈരും പാലും പിന്നെ നമ്മുടെ അരിപ്പൊടി, ഗോതമ്പ് പൊടി, കാപ്പിപ്പൊടി, തക്കാളി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതിൽ മാറ്റമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. കുറച്ച് സ്കിന്ന് ബ്രൈറ്റ് ആവുന്നല്ലാണ്ട് എനിക്ക് പിമ്പിൾസ് മാറിയതായിട്ട് എനിക്ക് തോന്നിയില്ല. പോകാൻ പറ്റാണ്ടായി അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ ഒരു മോഡലും കൂടി ആയിരുന്നു. അപ്പം എനിക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമും കൂടിയായിരുന്നു. അപ്പോൾ ഈ ഒരു പിമ്പിൾസ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ കുറേ നാൾ എനിക്ക് ഫോട്ടോഷൂട്ടിനാണെങ്കിലും ഷോസിനാണെങ്കിലും ഒന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര സാഡായിപ്പോണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ചധികം ഓയിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു കുറച്ച് സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാം. കാരണം എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് ഇത് മറ്റുള്ളവർ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഇപ്പം നമ്മൾ പിമ്പിൾസ് ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്നത് നമുക്ക് അത്രയും പ്രശ്നം വരില്ല. നമ്മളിപ്പോൾ കോളേജിലാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നത് എന്താ പറ്റുന്നത്, ഫേസ് ഇങ്ങനെ ഇരിക്കണേ ചോദിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നത് അല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അത്രയും നാളും അയ്യോ എന്തൊരു ഗ്ലോയാണ്, എന്ത് ഭംഗിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് അയ്യോ ഇതെന്താ നിൻ്റെ ഫേസ് ഇങ്ങനെ പറ്റിയത്, ഇങ്ങനെ ഭയങ്കര ഡള്ളായിരുന്നു, ഇങ്ങനെ പിമ്പിൾസ് വന്ന് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, ഷൂട്ടിനാണെങ്കിലും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ പതുക്കെ പിന്നെയും എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളും കൂടെ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ എൻ്റെ സ്കിന്നിന് ഹെൽപ്പായത് ഈ ഒരു ഓയിൽമെൻ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെയാണ്. ഇതിൽ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് നല്ല വ്യത്യാസം കണ്ടു തുടങ്ങി. അപ്പം ഞാൻ രണ്ടാമതെയും കൂടെ മേടിച്ചപ്പോഴത്തേനും എനിക്ക് പിന്നെ കുറച്ചും കൂടെ നല്ല ബെറ്ററായിട്ട് തോന്നിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ വേറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ രണ്ട് ക്രീം യൂസ് ചെയ്തതോടെ എൻ്റെ ഒരുവിധം എല്ലാ പിമ്പിൾസും മാറിയിട്ടോ. പിന്നെ ഇപ്പോൾ ചെറിയ ഇത് വരുന്നുണ്ട്. അത് എൻ്റെ പീരിയഡ്സിൻ്റെ പിമ്പിൾസാണ്. വേറെ രീതിയിലുള്ള ഒരു പിമ്പിൾസും എനിക്ക് വരുന്നില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈൻ സ്കിൻ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ജെല്ലായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒട്ടുമില്ല, ഉള്ളത് മൊത്തം ഞാൻ എടുത്തു. ഒരു ജെൽ ടൈപ്പാണ് ഇത്. ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റ് ഫേസിൽ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കിടക്കാറ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് സ്കിന്നിൽ ഭയങ്കരമായിട്ട് എനിക്ക് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, വേറെ ഒരുപാട് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനൊന്നും വലിയൊരു മാറ്റം ചേഞ്ചൊന്നും വന്നിട്ടില്ല. ഇതെനിക്ക് നല്ല അടിപൊളിയായിട്ട് സ്കിന്നിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മളിത് യൂസ് ചെയ്യുമ്പം നല്ലൊരു കൂളിംഗ് എഫക്റ്റും കൂടെ നമുക്ക് ഇടുന്നുണ്ട്. നല്ലൊരു തണുപ്പ്, ആ ഒരു ഭാഗത്ത് നല്ലൊരു തണുപ്പും അതുപോലെ തന്നെ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന പിമ്പിൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കൂളിംഗ് കാരണം നമുക്ക് ചൊറിച്ചിലൊന്നും അനുഭവപ്പെടത്തില്ല. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് എഫക്റ്റ് തോന്നിയതാണ്. ഞാനിത് സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഓൺലൈനിൽ കിട്ടുമല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സാധാരണ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഇതിന് ഒരു 115 രൂപേൻ്റെ അത്ര അടുത്തേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ മെയിൻ കാരണം എൻ്റെ പിമ്പിൾസ് മാറാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇതും കൂടെ മേടിക്കണം, ഒരു ട്യൂബും കൂടെ മേടിക്കണം. അഥവാ നമുക്കൊരു പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. എനിക്ക് അത്രയും ഷുവറാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. അത് കാരണം ഇത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നത് തന്നെയാണ്, നമ്മൾ പിമ്പിൾസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടിൻ്റെ അടുത്ത് പറയണം. പിന്നെ ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതിന് പുറമെ ഞാനിപ്പോൾ പകൽ ഞാൻ നമ്മുടെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അരിപ്പൊടിയും കാര്യങ്ങളൊന്നുമല്ല. അത് ഞാൻ വീക്കിലി ഞാനൊരു തക്കാളിയിൽ പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും. പക്ഷെ നല്ല പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ സ്ക്രബ് ചെയ്യാത്തതാണ് നല്ലത്. കാരണം പിമ്പിൾസ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടി പിന്നെ അതിൻ്റെ പസ് ആവുന്നിടത്തൊക്കെ പിമ്പിൾസ് വരും. അപ്പോൾ പിമ്പിൾസ് ഒന്ന് മാറിയതിന് ശേഷം ആക്നെ ഒക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമുക്കിത് ട്രൈ ചെയ്ത് കൊടുക്കാം, സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുവരെ നിങ്ങൾ ഇത് മാത്രം യൂസ് ചെയ്യുക, നൈറ്റ് യൂസ് ചെയ്യുക. അതിനുശേഷം രാവിലെ ആകുമ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ പാക്ക്
പാക്ക് ഉണ്ട്. ആ പാക്ക് ഞാൻ പറഞ്ഞുതരാം. അതും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 വീക്സിനുള്ളിൽ നമ്മുടെ പിമ്പിൾസ് എന്തായാലും മാറും. ഞാനതിന് ഉറപ്പ് തരാണ് കേട്ടോ. അപ്പം പാക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. ഇരട്ടി മധുരം, അതുപോലെ തന്നെ മഞ്ചിഷ്ടപ്പൊടി, ഇത് രണ്ടും മരത്തിൻ്റെ വേരുകളാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണം തുല്യമായിട്ട് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് തൈരോ അല്ലെങ്കിൽ വെള്ളമോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലിക്വിഡ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിനൊന്നും ഒരു സൈഡ് എഫക്റ്റും വരില്ല, കാരണം ഇതൊക്കെ ആയുർവേദ സംഭവങ്ങളാണ്, അത് മരത്തിൻ്റെ വേരും കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊന്നും ഒരു സൈഡ് എഫക്റ്റ് വരത്തില്ല. അപ്പം ഞാൻ ഇതായിരുന്നു ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ നല്ല സ്കിന്നിന് നല്ല ഗ്ലോ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഒരുപാട് പേര് ഗോൾഡ് ഫേസ് പാക്ക്, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഫേസ് പാക്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഈ പിമ്പിൾസ് ഉള്ള സമയത്ത് അതൊക്കെ നമ്മുടെ ഫേസിലേക്ക് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പിമ്പിൾസ് കൂടാനേ ഇടവരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആയുർവേദത്തിൽ തന്നെ യൂസ് ചെയ്തത്. വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തക്കാളി സ്ക്രബൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഐസ് ക്യൂബ് ഏറ്റവും നല്ലതാണ്. പിമ്പിൾസ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഐസ് ക്യൂബ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് മാറാൻ വേണ്ടി സഹായിക്കും. അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത്. അപ്പം എനിക്കൊരു 2 വീക്സിനുള്ളിൽ തന്നെ എനിക്ക് നല്ലൊരു മാറ്റം വന്നു. അപ്പം നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ലോക്കൽ മെഡിക്കൽ സ്റ്റോറിൽ വരെ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഓയിൽമെൻറ്റ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് നമ്മുടെ ചാനൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരോടും ടാറ്റാ ബൈ ബൈ, ടേക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.